ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യയുടെ വൻ സൈനിക പുനർസംഘടന ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകൾ ജൂലൈ 1 മുതൽ സജ്ജമാകും. അതീവ പ്രത്യാക്രമണത്തിന് പുതിയ തന്ത്രമെന്ന നിലയിലാണ് ഇപ്പോൾ ഈ നീക്കം നടക്കുന്നത്. ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള പർവ്വത മേഖലകളിൽ ശത്രുക്കൾക്കെതിരെ അതിവേഗവും ശക്തവുമായ പ്രത്യാക്രമണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യൻ സേന ആദ്യമായി ഈ നീക്കം അടുത്ത മാസം മുതൽ തന്നെ പ്രവർത്തന സജ്ജമാക്കുന്നത്. പുതിയ സംഘടനാ പ്ലാൻ അനുസരിച്ച് ഇവിടെ വലിയ രീതിയിൽ, അതായത് 17ാം മൗണ്ട് സ്ട്രൈക്ക് കോർപ്സ്, അതിന് കീഴിൽ തന്നെ 4 ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകളും ഒരു പ്രത്യേക ഫയർ സപ്പോർട്ട് ഗ്രൂപ്പും ഉണ്ടായിരിക്കുമെന്നതാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇവിടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് അതിർത്തിയിലെ പ്രതിരോധ ചുമതലയുള്ള പനാഗസ് അതിർത്തിയുമായുള്ള 17ാം മൗണ്ട് സ്ട്രൈക്ക് കോർപ്സിലാകട്ടെ അവിടെ നിന്നുകൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വലിയ യുദ്ധവിഭാഗങ്ങളെ വിന്യസിപ്പിക്കാൻ കൂടുതൽ സമയമെടുക്കാറുണ്ട്. എന്നാൽ അതിർത്തിയിലെ അടിയന്തര സാഹചര്യങ്ങളിൽ ശത്രുവിനെ അവിടെ ഞൊടിയിടയിൽ നേരിടാൻ കമാൻഡോകൾ, അതേപോലെ തന്നെ ഇൻഫൻട്രി, ആർട്ടിലറി, വ്യോമ പ്രതിരോധം, ഇന്റലിജൻസ് എന്നിവ ഒരുമിച്ച് ചേർന്ന ഈ ചെറിയ ഗ്രൂപ്പുകൾക്ക് സാധിക്കുമെന്നാണ് ചൈനീസ് അതിർത്തിയോട് ചേർന്ന് ഇത്തരത്തിൽ പർവ്വത മേഖലകളിൽ ശത്രുക്കൾക്കെതിരെ അതിവേഗവും ശക്തവുമായ പ്രത്യാക്രമണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം തങ്ങളുടെ ആദ്യ ഒരു ഗ്രൂപ്പ് ഇവിടെ തുടങ്ങുന്നത്. അടുത്ത മാസം മുതൽ പ്രവർത്തന സജ്ജമാകുകയും കരസേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പുനർസംഘടനകളിൽ ഒന്നായി തന്നെ ഇത് മാറും. പർവ്വത മേഖലകളിൽ അതിവേഗം വിന്യസിപ്പിക്കാൻ കഴിയുന്നതും യുദ്ധമുഖത്ത് സ്വയം പര്യാപ്തവുമായ ചെറിയ പോരാട്ട യൂണിറ്റുകൾ രൂപീകരിക്കുക എന്നതാണ് ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകളുടെ ഇന്ത്യൻ കരസേന ലക്ഷ്യമിടുന്നത്. മുൻപ് നിശ്ചയിച്ചിരിക്കുന്ന പ്ലാൻ അനുസരിച്ചുകൊണ്ട് വരും മാസങ്ങളിൽ പ്രവർത്തന സജ്ജമാക്കേണ്ടിയിരിക്കുന്ന ഈ ഒരു പ്രധാന ഫോർമേഷനുകളുടെ സമയക്രമം പ്രതിരോധ മന്ത്രാലയം മുന്നോട്ട് നയിക്കുകയാണ്. ഇതനുസരിച്ചുകൊണ്ട് ജൂലൈ 1 മുതൽ തന്നെ ഈ ഒരു യൂണിറ്റിൽ ഇത് സജ്ജമാകുമെന്നതാണ് റിപ്പോർട്ടുകൾ. ഒരു മേജർ ജനറൽ റാങ്കിലുള്ള ഓഫീസറുടെ നേരിട്ടുള്ള കമാൻഡിന് കീഴിലായിരിക്കും ഓരോ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പും പ്രവർത്തിക്കുക. 12 മുതൽ 13 വരെ അവിടെ വ്യത്യസ്ത സൈനിക വിഭാഗങ്ങളിൽ നിന്നായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 5000-ലധികം കമാൻഡോകളും സൈനികരും ഒരേ ബാറ്റിൽ ഗ്രൂപ്പും ഇവിടെ അണിനിരക്കും. കൂടാതെ തന്നെ ഓരോ ഗ്രൂപ്പിന്റെയും ചീഫ് ഓപ്പറേഷൻസ് ഓഫീസറായി തന്നെ ഒരു ബ്രിഗേഡിയർ റാങ്കിലുള്ള ഓഫീസറും നിയോഗിക്കപ്പെടും. ചൈനയുമായി തർക്കം നിലനിൽക്കുന്ന ആ ഒരു യഥാർത്ഥ നയതന്ത്ര രേഖയ്ക്ക് സമീപമുള്ള കഠിനമായ മലനിരകളിൽ ഈ ഒരു ഫോർമേഷൻ ഇന്ത്യൻ പ്രതിരോധത്തിന് വലിയ കരുത്താകുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.